ഗ്യാസ് സ്റ്റവിന്റെ ബർണറുകൾ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെമഡിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഗ്യാസ് സ്റ്റവിന്റെ 2 ബർണറും മുക്കി വെക്കുക. അതൊന്ന് മുങ്ങിയിരിക്കാൻ പാകത്തിനുള്ള ലെവലിൽ മാത്രം വെള്ളം എടുക്കുക. ഇനി നമുക്ക് അസിഡിറ്റിക്കൊക്കെ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈനോയുടെ ഒരു ചെറിയ സാമ്പിൾ പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചെറിയ പാക്കറ്റിന് 9 രൂപ മാത്രമേ വിലയാകുന്നുള്ളൂ. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗർ, സൊർക്ക എന്നൊക്കെ പറയുന്ന സെയിം സാധനം. അത് ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ എന്നുള്ള അളവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വിനാഗിരിയും ഇനോയും ഒക്കെ ചെല്ലുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ വെള്ളം ഇങ്ങനെ തിളച്ച് പതയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മറ്റൊരു ആസിഡ് കൂടി ആയിട്ടുള്ള ചെറുനാരങ്ങയുടെ കുറച്ച് ജ്യൂസാണ്. വളരെ കുറച്ച് മാത്രം മതി. കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് അടുത്ത് പോയിട്ട് എന്താ അവിടെ നടക്കുന്നത് നോക്കിയാലോ. കണ്ടില്ലേ, നല്ല രീതിയിൽ ബർണറിന്റെ ഹോൾസിനുള്ളിലത്തെ വേസ്റ്റൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പതഞ്ഞിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയാം, ബേക്കിംഗ് സോഡയും നല്ലൊരു ക്ലീനിങ് ഏജന്റ് തന്നെയാണ്. സോഡ കൊടുത്തപ്പോഴും നല്ല രീതിയിൽ ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കൊരു രാത്രി മുഴുവൻ ഈ വെള്ളത്തിനകത്ത് തന്നെ ഈ ബർണേഴ്സ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കാം. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വേറെ പണിയൊന്നും എടുക്കാണ്ട് തന്നെ ബർണറിന്റെ ഒരുവിധം ചെളിയും കരിയും പുകയും ഒക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ആ കളറൊക്കെ നല്ലപോലെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കുറച്ച് ഡിഷ് വാഷോ ഡിഷ് ബാറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. വലിയ ശക്തിയിൽ ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ലിക്വിഡിനകത്ത് മുങ്ങിയിരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന്റെ ആ അഴുക്കൊക്കെ കുതിർന്നിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സാധാരണ രീതിയിൽ നമ്മൾ ഈ സ്ക്രബ്ബർ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇത് ക്ലീൻ ആവില്ല. ഈ ഒരു ലിക്വിഡിൽ മുക്കി വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്ര എളുപ്പത്തിൽ നമുക്ക് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല രീതിയിലുള്ള കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ ബർണേഴ്സിന്റെ ഹോൾസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഹോൾസ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകി തുടച്ചെടുത്തുകൊണ്ട് വരാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു റിസൾട്ടാണ് നമുക്ക് ഫൈനൽ ലുക്കിൽ കിട്ടുന്നത്. പൊത്തം പോലൊന്നും ആവത്തില്ല, ഇത്രയും കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.